എടി നമ്മുടെ തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളിയിൽ നിന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ, നമ്മൾ വലിയ പള്ളിയിൽ ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഇതാ ഈ കാണുന്ന ടാർ റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്കിവിടെ ഒരു കീഴിലെ ഹൗസ് പ്ലോട്ടുകളാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. വലിയ പള്ളി ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ മാത്രമാണ്. നമ്മുടെ ഈ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് കുത്തലിൻ മൂടിലാണ് ഇവിടെ കീഴിലും പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ മെയിൻ റോഡ് സൈഡിൽ കാണുന്ന ഇതൊക്കെ സെയിലായിരിക്കും കേട്ടോ, ഇതൊക്കെ സെയിലായി. നമുക്കിവിടെ മണക്കാടിൽ ഇപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടി നോക്കുമ്പോൾ മിക്കതും വെള്ളക്കെട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ പക്ക കരഭൂമി ഡ്രൈ ലാൻഡാണ്. ഇത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ പ്ലോട്ടിൽ. ഈ പ്ലോട്ടെല്ലാം സെയിലായി, ഈ ബാക്കിൽ കാണുന്ന ഇതെല്ലാം സെയിലായി. നമുക്കിനി വിൽപ്പനയ്ക്കുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വഴിയുണ്ടോ, വലിയ ലോറിക്ക് വരെ പോകാൻ പറ്റുന്ന 3.25 മീറ്ററിൻ്റെ വലിയ വഴിയാണ് വന്നിട്ടുള്ളത്. ഫുള്ള് ചുറ്റുമതിലുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ചുറ്റുമതിലാണ് കണ്ടോ, ഫുള്ള് കോമ്പൗണ്ട് വാൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഫുള്ള് വീടിന് എത്ര വീടുകളാണ് നോക്കി കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം വീടുകളാണ്, പക്ക റെസിഡൻഷ്യൽ ഏരിയ. ഇനി ഇവിടെ പ്ലോട്ടൊന്നുമില്ല. നമുക്ക് ഈ കാണുന്ന ഈ പ്ലോട്ട് അരിച്ചിട്ടിരിക്കുന്ന ഇത്രയും പ്ലോട്ട് മാത്രമേ ഉള്ളൂ മെയിൻ റോഡിന് തൊട്ടടുത്ത് കണ്ടോ. ഇതാണ് നമുക്ക് ഇവിടെ തൊട്ടാണ് തുടങ്ങണം, ഇവിടെ തൊട്ടാണ് നമുക്ക് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്ന 4.25 സെന്റ് മുതൽ നമുക്കിവിടെ 4 മുതൽ 4.25 സെന്റിന്റെ പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. 4 മുതൽ 4.25 സെന്റ്. ഇതാ ഈ കാണുന്ന പ്ലോട്ട്, ഈ പ്ലോട്ട്, ആ പ്ലോട്ട്, അങ്ങനെ നമുക്ക് അവിടെ ലാസ്റ്റ് വരെ പ്ലോട്ടുകളുണ്ട്, അങ്ങ് വരെ ഉണ്ട്. അതുപോലെ ഫുള്ള് ചുറ്റുമതിലും അടിച്ചിട്ടുണ്ട് കണ്ട, ഫുള്ള് ചുറ്റുമതിലും ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂരൊക്കെ അടുത്താണ്, പറയണ്ടല്ലോ. മണക്കാട് വലിയ പള്ളിക്ക് അടുത്തെന്ന് പറയുമ്പോൾ തന്നെ എല്ലാം നമുക്ക് തൊട്ടടുത്ത് നമുക്ക് വലിയ പള്ളിയുണ്ട്. അതുപോലെ നമുക്കിപ്പം മണക്കാട് തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ജുമാ മസ്ജിദ് ഉണ്ടല്ലോ, മറ്റേ ഒരു നല്ല അടിപൊളിയായിട്ട് സ്ട്രക്ചറിൽ ചെയ്തിട്ടുള്ള അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, നമ്മുടെ കല്ലാട്ടുമുക്കിലുള്ള. അപ്പോൾ അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മണക്കാടിൽ ഞാൻ ഇപ്പോൾ ഏത് പ്രോപ്പർട്ടി ഇട്ടാലും പെട്ടെന്ന് സെയിലാവണുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ കല്ലാട്ടുമുക്കിൽ ഒരെണ്ണം ഇട്ടിരുന്ന അത് ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് സെയിലായത്. കല്ലാട്ടുമുക്കി ഇട്ടിരുന്ന ഒറ്റയടിക്ക് സെയിലായി, എന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് അടുത്തത് സെയിലായി. അത്രയും നല്ല പ്രൈം ഏരിയയാണ്. നമുക്ക് ഈ പ്ലോട്ടുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ചെറിയ സൈഡ് വളരെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് ആ ഫ്രണ്ടേജ് നല്ല വരും. നമുക്കിപ്പോൾ പ്രോപ്പർട്ടിയെ കണ്ട ഇത്രയും മീറ്ററിൻ്റെ ഫ്രണ്ടേജാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഒരു ഗേറ്റ് ഇട്ട് നല്ല അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് ഇവിടെ വീട് വെക്കാൻ പറ്റും. നല്ല ഫ്രണ്ടേജ് കിട്ടും. അതാണ് ഇതിലൊരു ഹൈലൈറ്റ്. കണ്ട ഇത്രയും ഫ്രണ്ടേജ്, ഇത്രയും മീറ്ററിൻ്റെ ഫ്രണ്ടേജ് വെച്ചിട്ട് ഇവിടെ നടുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നടുക്ക് അല്ലെങ്കിൽ ബാക്ക് സൈഡ് വീടും വെച്ച് ഇവിടെ ഫ്രണ്ടിൽ നല്ല കാർ പാർക്കിംഗ് സ്പേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ട് സ്ക്വയർ ആയിട്ടുള്ള അത്യാവശ്യം ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള നല്ല അടിപൊളി പ്ലോട്ടാണ് വന്നിട്ടുള്ളത്. കണ്ട പ്ലോട്ട് നല്ല അടിപൊളി പ്ലോട്ടാണ്. ഓക്കെ, ഇല്ല വേറെ ലാൻഡ് ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, പക്ക നീറ്റായിട്ട് വീട് വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി പ്ലോട്ടാണ്. പെട്ടെന്ന് വിളിച്ചോ, ഇതാണ് നമ്പർ. ഈ നമ്പറിൽ ഓണറിനെ തന്നെ വിളിക്കാം. ഓണറിനെ തന്നെ വിളിച്ച് ഡയറക്റ്റ് തന്നെ ഡീലാക്കാൻ പറ്റും. ഇതാണ് നമ്പർ. കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഓണർ സെയിലാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മണക്കാടൊക്കെ നല്ല പ്ലോട്ടുകളാണ്, ഈ പേജ് ഫോളോ ചെയ്ത് വെച്ചു. മണക്കാട് ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് നോക്കുന്നുണ്ട്. കാരണം അതെനിക്കറിയാം, കാരണം ഞാൻ എപ്പോഴും പ്രോപ്പർട്ടി മണക്കാട് ഇട്ടാലും പെട്ടെന്ന് സെയിലാവുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓണറിനെ വിളിച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡീലാക്കാൻ പറ്റും. ഫുള്ള് ചുറ്റുമതിലുള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കണ്ട ഫുള്ള് ചുറ്റുമതിലുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു മതിലൊക്കെ കിട്ടി നല്ല അടിപൊളിയായിട്ട് വീട് വെച്ച് താമസിക്കാം. അപ്പോൾ പെട്ടെന്ന് ഓണറിനെ വിളിച്ചോ, ഇതാണ് നമ്പർ.